ഈ ഒക്ടോബർ 8 എന്ന് പറയുന്ന 2 വർഷം മുമ്പുണ്ടായ സംഭവം എന്ന് പറയുന്നത് ഈ ഹോളോകോസ്റ്റിന് ഇസ്രായേലിനെ പറ്റിയ ഒരു ഭയങ്കര ബ്ലണ്ടറാണ് അത്. അതിനുശേഷം അവർ പാഠങ്ങൾ പഠിച്ച് നിങ്ങൾ അതിൻ്റെ അത് ശരി മനസ്സിലാക്കേണ്ടതാണ്. എങ്ങനെയാണ് അവർ ഈ ഇറാനിലെ എക്സിക്യൂഷൻ നടത്തിയത്? ഇതൊരു ലോക ക്ലാസിക്കിന്റെ ഭാഗമാണ്. അതിന് കാരണം വെച്ചാൽ അതിന് മൊസാദ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ അറിയണം. എന്താണ് മൊസാദ്? ഇസ്രായേൽ എന്ന് പറയുന്ന 1948 മെയ് 14 ഉണ്ടായ രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടാകുന്നതിന്റെ പുറകിൽ വർക്ക് ചെയ്തത് അന്ന് മൊസാദ് ഉണ്ടാകുന്നു. അത് ഞാൻ പറയാം. അത് തിയോഡോർ ഹെർസൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടെന്നോ, ഒരു ഓസ്ട്രിയൻ ജൂ ആയിരുന്നു. പുള്ളിയായിരുന്നു പിന്നെ ഫ്രാൻസിലേക്ക് പാരീസിലേക്ക് വന്ന സമയത്ത് അവിടെ എന്തോ ഒരു ഇഷ്യൂ ആണ് സമയത്ത് ഒരുത്തൻ ഹീസ് എ ജൂ, ഹി മസ്റ്റ് ബി മർഡർ, ഹി മസ്റ്റ് ബി കിൽഡ് എന്ന് പറഞ്ഞിട്ട് പ്രശ്നം. അന്ന് പുള്ളിക്ക് തിരിച്ചറിഞ്ഞു ഇന്ന് ജൂതനെതിരെ ശക്തമായിട്ട് യൂറോപ്പിലൊക്കെ ഉണ്ട്. അങ്ങനെയാണ് പുള്ളി റൈറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്ന, അതായത് നമ്മള് മലയാളത്തിൽ പാടത്തില്ലേ, സിയോൻ സഞ്ചാരി ഞാൻ യേശുവിച്ചാരി ഞാൻ, അതന്നെ, അതാണ് സിയോണിസം, അതാണ് സിയോൺ. അപ്പം റൈറ്റ് ഓഫ് റിട്ടേൺ. അങ്ങനെയാണ് അവർ ശരിക്ക് അതിലേക്ക് ആദ്യത്തെ അവരുടെ കൺവെൻഷൻ നടന്നത് ശരിക്ക് ജനീവയിൽ വെച്ചങ്ങാണ്ടായിരുന്നു, തിയോഡോർ ഹെർസലിന്റെ നേതൃത്വത്തില്. അന്നാണ് പിന്നെ റഷ്യൻ ജൂ ആയിരുന്ന ഡേവിഡ് ബെൻ ഗുരിയോൺ. നമ്മൾ ശരിക്കും പഠിക്കണം, ശരിക്കും ജ്യൂസിൽ നിന്ന് പഠിക്കണം. അതിനകത്ത് എനിക്ക് ഏറ്റവും ക്ലാസിക്കായിട്ട് തോന്നുന്ന, വേൾഡ് ക്ലാസിക്കായിട്ട് തോന്നിയത്, നമ്മളിപ്പോ ഒരു സിനിമ കാണുന്നു, അതിന്റെ ഇമാജിനേഷൻ എന്നൊക്കെ പുറത്താണ് ഇത്. അതാണ് അതിന്റെ ക്ലാസിക് എന്ന് പറയുന്നത്. അവര് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിക്കണം, ഒരു ഇമാജിനറി അല്ല ശരിക്കും. അതെ, അവര് ഇത്ര ദിവസം മുമ്പ് അവിടെ ചെല്ലുന്നു, അവര് അവിടെ ഈ ഇറാന്റെ അകത്ത് അവിടെ പോയിട്ട് പ്ലേസ് ഉണ്ടാക്കിയിട്ട് പെനട്രേറ്റ് ചെയ്ത് ഈ പറയുന്ന എക്യുപ്മെന്റ്സ് മുഴുവൻ അവര്, എന്നിട്ട് അവിടുന്ന് സത്യം പറഞ്ഞാൽ വെച്ചാൽ നോക്കിയ 12-13 ദിവസം ഇറാന്റെ മുകളിൽ കടന്ന് സംഹാര താണ്ടാവും ആടുകായിരുന്നു.